പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹത്തോട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടരുന്ന വിവേചനവും അനീതിയും അവസാനിപ്പിക്കണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇച്ഛാശക്തി പ്രകടിപ്പിക്കണമെന്നും തൃശൂർ അതിരൂപത പ്രൊവിൻസിലെ 5 രൂപതകളുടെ സംയുക്ത വൈദിക സമ്മേളനം ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമുദായ ശാക്തീകരണ വർഷാചരണത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടന്ന യോഗം കേരളത്തിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്തു. അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ക്രൈസ്തവ സമൂഹം വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തു നടപടി സ്വീകരിക്കുമെന്ന് രാഷ്ട്രീയ കക്ഷികൾ വ്യക്തമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട്, ഹൊസൂർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴാലിപ്പറമ്പിൽ, മെൽബൺ ഓസ്ട്രേലിയ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ എന്നിവർ പങ്കെടുത്തു. രൂക്ഷമായ പാചകവാതക പ്രതിസന്ധിയിൽ വലയുന്ന ജനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗവും ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയുമായ VA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച ധർണയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, CPI ജില്ലാ കൗൺസിൽ അംഗം P മണി, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആന്റണി, RJD ജില്ലാ കമ്മിറ്റി അംഗം പാപ്പച്ചൻ വാഴപ്പിള്ളി, CPIM ഏരിയ കമ്മിറ്റി അംഗം JN അരിമ്പ്ര എന്നിവർ പ്രസംഗിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ KP ജോർജ് സ്വാഗതവും CPI മണ്ഡലം കമ്മിറ്റി അംഗം P പ്രസാദ് നന്ദിയും പറഞ്ഞു. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇറാനിൽ ഏറ്റവും അവസാനത്തെ ആക്രമണം, യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ലോകത്ത് എവിടെ ഉണ്ടായാലും ആ യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന, സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിക്കലാണ്. എവിടെയെങ്കിലും നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് എന്തിനാണ് ഇടതുപക്ഷം സംസാരിക്കുന്നത് എന്ന ആക്ഷേപം ഉയർത്തുകയാണ് നമ്മുടെ രാജ്യത്ത് വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അമേരിക്ക, ഇസ്രയേൽ ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അടുക്കളകൾ പൂട്ടിപ്പോകുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമിലെ കാറിനുള്ളിലെ ആത്മഹത്യ. അനധികൃതമായി തോക്ക് കൈമാറിയതിന് 2 പേരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് തോക്ക് എത്തിച്ചു നൽകിയ വടക്കാഞ്ചേരി മംഗലം കാലായിൽ വീട്ടിൽ 40 വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെ വടക്കാഞ്ചേരിയിൽ നിന്നും, ഇടുക്കി കുമളി സ്വദേശി തറപ്പേൽ വീട്ടിൽ 40 വയസ്സുള്ള റീഗൻ ജോസഫിനെ ഇടുക്കി കുമളിയിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പുല്ലൂർ ആസാദ് റോഡ് കുറ്റിക്കാടൻ വീട്ടിൽ 51 വയസ്സുള്ള ജോസിനെയാണ് കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി രാത്രി 9 മണിയോടെ ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൽ നിന്നും ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച തോക്കും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയത്. തനിക്ക് തോക്ക് നൽകിയത് പ്രതികളായ ജസ്റ്റിനും റീഗനും ചേർന്നാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് അക്കാദമിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ തോക്ക് നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്നും ഇതിന് ലൈസൻസ് ലഭ്യമല്ലെന്നും സാക്ഷ്യപ്പെടുത്തിയിരുന്നു.
പ്രതികൾ തോക്ക് അനധികൃതമായി നിർമ്മിക്കുകയോ വാങ്ങി സൂക്ഷിക്കുകയോ ചെയ്ത ശേഷം ജോസിന് കൈമാറിയതാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ ആയുധ നിയമപ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജി MK, SI-മാരായ അഭിലാഷ് T, അനു ജോസ്, ഗ്രേഡ് SI മുഹമ്മദ് റൌഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സഞ്ജിത്ത്, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ്, ഗിരീഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI-മാരായ സതീശൻ, മൂസ, ജയകൃഷ്ണൻ, ഗ്രേഡ് SI-മാരായ ഷിജോ, റെജി എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് രംഗത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള മഹാത്മാ അവാർഡ് ലഭിച്ച പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലുറപ്പ് സംഗമം എടക്കുളം ചെമ്പഴന്തി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം CB ഷക്കീല ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാഖി ഗിരീഷ്, രാജേഷ് തുമ്പരത്തി, സമസ്യ മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിതിൻ ഗോപി, ജിസ്ന ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് സ്വാഗതവും സെക്രട്ടറി P. ജയ നന്ദിയും പറഞ്ഞു. ഇന്നൊരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പൊരുതി നേടിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെയുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെയുള്ള കർഷക തൊഴിലാളികൾ, വളരെ ദരിദ്രരായ കർഷക തൊഴിലാളികൾ, കൃഷി ഇല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം തൊഴിലില്ലാതെ വലഞ്ഞ്, അത് കൃഷി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത ദാരിദ്ര്യമാണ്. കേരളത്തിലെ കർഷക തൊഴിലാളികളെ പോലെ ചെയ്യുന്ന കൂലിക്ക് ആനുപാതികമായ കൂലിയൊന്നും അവർക്ക് ലഭ്യമല്ല. ഉത്തരേന്ത്യയിലെ ജന്മിത്വം ഇപ്പോഴും ഇല്ലാതായിട്ടില്ല. ആ ജന്മിത്വത്തിന്റെ അധികാര ഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജന്മിമാരുടെ ഉണ്ടകളുടെ തോക്കിന്റെ മുന്നിൽ വിറങ്ങലിച്ചുകൊണ്ടാണ് ആ പാവങ്ങൾ പണിയെടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ 2 ചപ്പാത്തിയും 1 പച്ചമുളകും കൊടുക്കും, കൂലി തന്നെ കൊടുക്കില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ്. ആ പണി തന്നെ ഇല്ലാതാകുമ്പോൾ അവർ കടും പട്ടിണിയിലാണ്. അപ്പൊ അതുകൊണ്ട് ദേശീയ കർഷക തൊഴിലാളി പ്രസ്ഥാനം, അഖിലേന്ത്യാ കർഷക തൊഴിലാളി പ്രസ്ഥാനം, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ, ആ യൂണിയന്റെ ദീർഘകാലത്തെ ഒരു ഡിമാൻഡായിരുന്നു കർഷക തൊഴിലാളികൾക്ക് പണിയില്ലാത്ത സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ വേജ് ഉറപ്പാക്കണം എന്നുള്ളത്. മിനിമം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവട്ടെ, ജീവൻ നിലനിർത്തി പോകണ്ടേ. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് 57 ലക്ഷം തട്ടിപ്പ് നടത്തിയ കേസിൽ കമ്മീഷൻ വാങ്ങി പണം കൈമാറിയ കോഴിക്കോട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി കിഴുത്താണി സ്വദേശിയായ യുവാവിൽ നിന്നും 57 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് കസബ ചാലക്കുളം സ്വദേശി താമരത്ത് വീട്ടിൽ 34 വയസ്സുള്ള അഖിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ വൻ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 2025 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ വിവിധ ഘട്ടങ്ങളിലായി 57,41,000 രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത്. ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ തിരികെ നൽകാതെ വന്നതോടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. തട്ടിയെടുത്ത തുകയിൽ ഉൾപ്പെട്ട 2 ലക്ഷം രൂപ പ്രതിയായ അഖിലിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും ഇയാൾ ഇത് ചെക്ക് മുഖേന മറ്റു പ്രതികൾക്ക് കൈമാറുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അഖിലിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുജിത് PS, ഗ്രേഡ് SI അശോകൻ TN, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബു വാസു, സുദീപ്, അനന്തു എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വാൻഗാർഡിന്റെ നടവരമ്പ് കല്ലംകുന്നിൽ ആരംഭിച്ച ഇഡലി ദോശ മാവ് യൂണിറ്റ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം PR വർഗീസ് മാസ്റ്റർ,
ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, VA മനോജ് കുമാർ, ഷാജി സക്കറിയ, S കുമാർ എന്നിവർ പങ്കെടുത്തു. ഉഴുന്നരച്ചതും അരി അരച്ചതുമായിട്ടുള്ളത് അടുത്ത യൂണിറ്റിലേക്ക് ഇടും. ഇതാണ് ഈ യൂണിറ്റ്. കേരള ബാങ്ക് 36 ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികളാണ് സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുള്ളത്. അതിൽ തൃശ്ശൂർ ജില്ലയിലെ ഏക ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് വാൻഗാർഡ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരള ബാങ്ക് ഇതിനകം 10 ലക്ഷം രൂപ കമ്പനിക്ക് ഗ്രാൻഡായിട്ട് അനുവദിച്ചിട്ടുണ്ട്. തുടർന്ന് കമ്പനിക്ക് ആവശ്യമായ ലോണും മറ്റ് ആനുകൂല്യങ്ങളും കേരള ബാങ്ക് നൽകും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. വളരെ അനുഭവസമ്പന്നരായ പല മേഖലകളിലും പരിചയം ആർജിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാർഷിക മേഖലയെ നല്ലവണ്ണം അടുത്ത് പരിചയമുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ കമ്പനിക്ക് പുറകിലുള്ളത് എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് അതിൻ്റെ പുരോഗതി തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളും മുൻപ് ജനപ്രതിനിധികളായവരുണ്ട്. കാർഷിക മേഖലയുമായി അടുത്ത് പരിചയമുള്ളവരും കർഷകരുടെ ഗദ്ഗതങ്ങൾക്ക് കാതുകൊടുക്കാൻ കഴിയുന്നവരുമായ ഏതാനും വ്യക്തികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ കർഷക സംഘം പകർന്നു നൽകിയ ഊർജമുണ്ട്. വ്രതശുദ്ധിയുടെ 30 നാളുകൾ പൂർത്തിയാക്കി ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസി ലോകം ഒരുങ്ങുന്നു. റമദാനിലെ അവസാന വെള്ളിയാഴ്ച ജുമുഅത്തുൽ വിദ പ്രാർത്ഥനയ്ക്കായി പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വ്രതാനുഷ്ഠാനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ മസ്ജിദുകളിൽ ഒത്തുചേർന്നത്. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. اتقوا الله عباد الله. هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. فيا أيها المغرور بطول عمله الغافل عن حلول أجل عليهم غير المغضوب عليهم. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.